ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കനൽ വഴികൾ താണ്ടി ആ കുരുന്ന് വീണ്ടും അക്ഷരമുറ്റത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 8-ാം തീയതിയായിരുന്നു ചിന്നക്കനാൽ സിംഗ് കണ്ടത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ അമ്മയെ നഷ്ടപ്പെടുകയും ഒപ്പം ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത 7-ാം ക്ലാസ്സുകാരൻ രക്ഷനൊടുവിൽ സ്കൂളിൻ്റെ പടി കയറിയെത്തി. കൺമുന്നിൽ അമ്മ വീണുപിടിഞ്ഞ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ശരീരത്തിലെ മുറിവുകളിൽ നിന്നും പതിയെ മുക്തനായി വരുന്ന രക്ഷനെ കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും ചിന്നക്കനാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു മാസം മുമ്പ് ഇതേ സ്കൂൾ മുറ്റത്തു നിന്ന് അവൻ പടിയിറങ്ങിയത് കളിചിരികളോടെയായിരുന്നു. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്ന്. കഴിഞ്ഞ ജൂൺ 8-ന് സിംഗുകണ്ടം തിരുവള്ളൂർ കോളനിയിലെ വീട്ടിൽ നിന്നും രക്ഷനും 10-ാം ക്ലാസ്സുകാരിയുമായ സഹോദരി രക്ഷണയും അമ്മ മാരിയുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടന്നതാണ്. 2 കിലോമീറ്റർ അകലെയുള്ള സൂര്യനെല്ലി ബോഡിമെട്ട് റോഡിൽ എത്തുന്നതിന് മുമ്പ് കാട്ടാന അവരുടെ ജീവിതം മാറ്റിമറിച്ചു. മക്കളെ രക്ഷിക്കുവാനുള്ള പ്രാണവേദനയ്ക്കിടയിൽ അമ്മ മാരി ആനക്കലിയിൽ പൊലിഞ്ഞു. അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന രക്ഷനും ആക്രമണത്തിൽ പരിക്കേറ്റു. 17 ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ 7-ാം ക്ലാസ്സുകാരൻ ചികിത്സയിൽ കഴിഞ്ഞത്. മുറിവുകൾ ഉണങ്ങി. 2 ആഴ്ച മുമ്പ് ലോക്കാടിലെ ബന്ധുവീട്ടിലെത്തിയ രക്ഷൻ ഒടുവിൽ ഇന്നലെ ആ സങ്കട കടൽ കടന്ന് വീണ്ടും യൂണിഫോം ധരിച്ചു. പുസ്തക സഞ്ചിയുമേന്തി അവൻ വിദ്യാലയത്തിലേക്ക് എത്തി. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തിയ രക്ഷനെ കാത്ത് അധ്യാപകരും കൂട്ടുകാരും ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. പകരം ആ കുഞ്ഞിനെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. നേരിട്ട വലിയൊരു ദുരന്തത്തിന്റെ ആഘാതം ആ മുഖത്തുണ്ടായിരുന്നു. ആന പാഞ്ഞെടുക്കുമ്പോൾ അമ്മയുടെയും സഹോദരന്റെയും തൊട്ടു പിന്നിലുണ്ടായിരുന്ന സഹോദരി രക്ഷണയും ആ ഞെട്ടലിൽ നിന്ന് ഇനിയും പൂർണ്ണമായി മോചിതരായിട്ടില്ല. ഇവരുടെ കൂട്ടുകാരൊക്കെ ഇവനെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ പിള്ളേരെല്ലാം രാവിലെ വന്ന് പറഞ്ഞു രക്ഷ വന്നിട്ടുണ്ട്, ഇന്നെല്ലാം കളിക്കാനൊക്കെ വിടണമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികളെല്ലാം രാവിലെ വന്ന് ഇവന്റെ അടുത്ത് കൂടെ വന്നിട്ട് ഇവനെ വെളിയിൽ വിളിച്ചുകൊണ്ട് പോകാനും ചോറ് എടുക്കാൻ പോകാനും പിള്ളേരെല്ലാം ഇവന്റെ കൂട്ടത്തിലായിരുന്നു. പിള്ളേരെല്ലാം നല്ല സന്തോഷമാണ്. കാട്ടാന ഭീതി ഒഴിഞ്ഞിട്ടില്ലാത്ത ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് ഈ ദുരന്തം സ്വന്തം വീട്ടിലെ മറ്റൊരു നോവാണ്. അതുകൊണ്ട് തന്നെ രക്ഷന്റെ മടങ്ങിവരവ് ഈ വിദ്യാലയത്തിന് വെറുമൊരു അധ്യയന ദിവസമല്ല, പ്രതീക്ഷയുടെ വലിയൊരു അതിജീവനത്തിന്റെ ദിനം കൂടിയാണ്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.